ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കണു. മഴയൊന്നുമില്ലല്ലോ ഇപ്പം അല്ലേ? ഇപ്പോൾ വെയിലൊക്കെ ആണല്ലോ. നിങ്ങളൊക്കെ അവിടെ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയിക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ കയ്പ്പൊക്കെ വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. കയ്പ്പയ്ക്കയും തക്കാളിയും പച്ചമുളകും വെറും ഈ 3 ചേരുവ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലൊരു കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതാ കയ്പ്പക്ക ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ 2 വലിയ തക്കാളിയും പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. ഞാൻ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. 4 നീളത്തിലുള്ള പച്ചമുളകാണ്, വലിയ എരിവൊന്നുമില്ല. പിന്നെ ഇതാ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. കഷ്ണത്തിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ എരിവ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ കൂടുതലോ കുറവൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിൻ്റെ അളവിൽ കുറവും കൂടുതലൊക്കെ വരുത്തട്ടോ. പിന്നെ അത് അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇത് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു ഫിസിലും പിന്നെ കുറഞ്ഞൊരു ഫിസിലും കൂടി കുറച്ച് വെച്ചിട്ട് ഒരു ഫിസിലും കൂടി അടിച്ചാൽ അത് ഓഫാക്കി എടുക്കാം. അപ്പോഴേക്കും ഞാനിതിൽ വേണ്ട അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി വലിയ ജീരകവും ഒരു 5-6 ചെറുള്ളി ഞാനൊരു ചെറിയ പുളി ജാറിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വാളംപുളി അരച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാനൊരു അല്പം പുളി നമ്മളെ കയ്പ്പയ്ക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പച്ചമുളകും അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കയ്പ്പയ്ക്കും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിൽ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. എന്നിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കയ്പ്പയ്ക്ക് ഇങ്ങനെ കയ്പ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ ഒപ്പം ചപ്പാത്തി തേങ്ങ അരച്ചൊക്കെ കൂടെ കഴിക്കാം. നമ്മൾ വിചാരിച്ച് കയ്പ്പൊക്കെ കറി വെച്ചാൽ നല്ല കയ്പ്പായിരിക്കും വിചാരിച്ചിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഈ കറി ഒന്നും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കറി വെക്കുമ്പോൾ കയ്പ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ കയ്പ്പൊക്കെ ആദ്യം തിളപ്പിച്ചിട്ടുണ്ടൊന്നും ആവശ്യമില്ല. ഇതൊന്ന് ചെറുതായിട്ട് ടേസ്റ്റാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചപ്പാത്തിക്കും ദോശക്കും ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഒഴിച്ചിട്ട് ചെറിയ ചെറുതായിട്ട് ഞാൻ ഓഫ് ചെയ്ത് സ്റ്റൗ വെക്കുകയാണ് കേട്ടോ. ഞാൻ ഒരു ചട്ടി ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് വറവിട്ടെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഈ സിമ്പിളായിട്ടുള്ള കറിയൊന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കയ്പ്പൊക്കെ കൊണ്ട് വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എത്ര ഉള്ളൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ, ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.